ചിലർ ചില അജണ്ടകളുമായിട്ട് നിന്നാലേ ചുറ്റുഭാഗത്തും മാധ്യമങ്ങളുണ്ടോ, എന്താണ് നമ്മുടെ പരിസരം എന്നൊന്നും പലരും മറന്നുപോകും. അങ്ങനത്തെ ഒരു രംഗമാണ് ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി വന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരെ അടക്കം കെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു മാനസികമായ ഒരു കാര്യം സെറ്റ് ചെയ്തു വന്ന്, അങ്ങനെ തന്നെ പറയാം. കാരണം പലരെയും ആ കെട്ടിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്രാന്തത്തെയൊക്കെ, ആ കോഴിത്തരം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അതിൽ ശ്രദ്ധേയമായത് കൊല്ലത്തെ നിയുക്ത MLA ബിന്ദു കൃഷ്ണ അവരതിന് വിമുഖത കാണിച്ച് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിച്ചത്. വലിയ ചർച്ചകൾക്കത് വിധേയമായിരിക്കുകയാണ്. ആ രംഗം ഇങ്ങനെയാണ്: കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കെട്ടിപ്പൂടിടാ. തലനാരിയേക്ക് ബിന്ദു കൃഷ്ണ രക്ഷപ്പെട്ടു പോവാണ്. അതായത് കണ്ടപ്പടി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സന്നാഹങ്ങളുമായിട്ട് ഒരുങ്ങി നിൽക്കുക. സത്യത്തിൽ ഇന്നലെ ഓരോ വീട്ടമ്മമാരും, സംസ്കാരമുള്ള മാന്യതയുള്ള ഓരോ വീട്ടമ്മമാരും സംസാരിക്കുന്നത് അയാളുടെ ആ ചെയ്തികളെക്കുറിച്ചാണ്. ഇന്നലെ 2 വാർത്ത ഉണ്ടായിരുന്നു. ഒന്ന് ഇതാണെങ്കിൽ, രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3ാം ബലാത്സംഗ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. നോക്കൂ, നമുക്കറിയാം കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അതിങ്ങനെ കഴിഞ്ഞ് അത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്താണെങ്കിൽ, അതിനുശേഷം ഭരണം കിട്ടി മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രിമാരുടെ ചർച്ചകളുമൊക്കെ നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്ന കോൺഗ്രസിൻ്റെ വനിതാ MLA-മാരെ, മെമ്പർമാരെ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കെട്ടിപ്പിടുത്തം കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഗൂഢമായ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്ന്, അതായത് തട്ടിമാറ്റിയാൽ പോലും വീണ്ടും അങ്ങനെ തന്നെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാധ്യമ കണ്ണുകളിലൂടെ പൊതുസമൂഹം അത് മുഴുവനും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് അയാളുടെ വീട്ടിലെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അവർക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം, അവരുടെ മക്കൾ, അതേപോലെ തന്നെ പേരക്കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ അത് കാണുമ്പോൾ വലിയ പ്രയാസമുണ്ടാവൂലേ? എന്ത് പണിയാണ് ഇയാളൊക്കെ പൊതുനിരത്തിൽ, പൊതുസമൂഹത്തിൻ്റെ, അതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും ഒരു മാന്യത ഉണ്ടല്ലോ. ഒരേ പാർട്ടിക്കാരാണ്, ഒരേ പ്രസ്ഥാനത്തിലും ഒരേ ആശയത്തിലും നിൽക്കുന്നവരാണ് എന്ന് കരുതി അവർക്കൊക്കെ അവരുടേതായ ജീവിത രീതി കൂടി ഉണ്ടാവും. ഇപ്പോൾ ബിന്ദു കൃഷ്ണ ആവട്ടെ, മറ്റുള്ള വനിതാ മെമ്പർമാരാകട്ടെ, അവർക്കൊക്കെ കുടുംബമുണ്ട്, കുട്ടികൾ, ഭർത്താക്കന്മാരുണ്ട്. അവരവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെ കാത്തു സൂക്ഷിക്കുന്നു അതൊക്കെ ഓരോ വ്യക്തികൾക്കും ഉള്ളതുപോലെ അവർ MLA-മാരാണെങ്കിൽ അതൊന്നും എടുത്തു കളഞ്ഞ് മുന്നോട്ടിറങ്ങുന്ന ആളുകളല്ല. അങ്ങനെ ഒരു സംസ്കാരമുള്ള ആളുകളല്ല നമ്മുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള വനിതാ മെമ്പർമാരും MLA-മാരൊന്നും. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇയാളുടെ ഇന്നലത്തെ ചെയ്തികളെ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ ഒരു തരം കോഴിത്തരം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് എന്ന് തോന്നിപ്പോയി. ഏതായാലും ഇന്നലെ ഏതോ ഒരു ആൾ ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വായിച്ചു. അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നത് വ്യാപകമായൊരു വാർത്തയായി മാറിയിട്ടില്ല. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് വായിച്ചിട്ടില്ല. വായിക്കാത്തത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കണ്ട കാര്യങ്ങളിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇന്നലെ MLA-മാരെ, ജനപ്രതിനിധികളെ സ്വീകരിക്കാൻ മന്ത്രി ചർച്ചകളിലേക്കും മുഖ്യമന്ത്രി ചർച്ചകളിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാളിയെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ ഒരു വാർത്ത കോൺഗ്രസിൽ നിന്ന് വന്നത് VD സതീശൻ്റെയും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒന്നും മുഖ്യമന്ത്രി ചർച്ചകളോട് കടപിടിച്ചുകൊണ്ട് വന്ന ഒരു വാർത്ത ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളായിരുന്നു. ഏതായാലും ഇതൊക്കെ ശരിക്ക് പാർട്ടി തലങ്ങളിൽ തന്നെ, പാർട്ടി യോഗങ്ങളിൽ വിളിച്ചു വരുത്തി അതിന് ശക്തമായ താക്കീത് നൽകി, മാന്യതക്ക് നിരക്കാത്ത പരിപാടി ഇത് ചെയ്യരുത്, അതുപോലെ തന്നെ വ്യക്തിജീവിതം നന്നാക്കാനും
പല സംഭവങ്ങളിൽ പെട്ടുപോകുന്നതുമൊക്കെ എല്ലാ MLA-മാർക്കും കോൺഗ്രസ് നിർദ്ദേശം നൽകേണ്ടതുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം അതിന് വലിയ ഉദാഹരണമാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ആളുകളുടെ ഇത്തരം കുൽസിത ശ്രമങ്ങളൊക്കെ അതൊക്കെ വലിയ ചർച്ചയായ സ്ഥിതിക്ക് അതൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.